السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على آله وأصحابه أجمعين وبعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. صدق الله. ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, ശ്രോതാക്കളെ, മഹാനായ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി എന്ന വലിയ മനുഷ്യന്റെ ഓർമ്മകൾ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. കുഞ്ഞാപ്പു ഹാജിയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ സമയത്ത് ഈ വിനീതൻ ഉദ്ദേശിക്കുന്നത്. മുകളിൽ നമ്മുടെ പോസ്റ്ററിൽ കാണുന്നത് പോലെ സുന്നി മഹല്ലി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ദാറുൽ ഹുദ ശില്പികളിൽ പ്രധാനിയും ഉമറാക്കളുടെ ധന്യ സാന്നിധ്യവുമായിരുന്ന കുഞ്ഞാപ്പു ഹാജി, ആ മഹാനെക്കുറിച്ച് നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്, പ്രതിഫലാർഹമാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൻഗാമികൾ അല്ലാഹുവേ എനിക്ക് നല്ല സംസാരം, നല്ല വാക്കുകൾ ആളുകൾ എന്നെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് പിൻഗാമികൾ നല്ലത് പറയുക, അത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ജനാസയെക്കുറിച്ച് സഹാബികൾ നല്ലത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വർഗമുറപ്പായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയെക്കുറിച്ച് നല്ലത് മാത്രമാണ് നമ്മൾ പറയുന്നത്, നല്ലത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠപുസ്തകമാക്കി ജീവിതകാലത്ത് അതൊന്നും പ്രചരിപ്പിക്കപ്പെടാനും എഴുതപ്പെടാനും ആഗ്രഹിക്കാതെ, അതിന് സമ്മതിക്കാതെ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിന്റെ പരിസരത്ത് ഒരു വലിയ വെളിച്ചമായി, ഒരു വലിയ പ്രതീക്ഷയായി ദീർഘകാലം ജീവിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഹസനാത്തുകളും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രാർത്ഥന നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പല തരത്തിലുള്ള പല മേഖലയിൽ നിന്ന് പല വിഷയങ്ങളും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഉമറാക്കളുടെ നേതാവായിരുന്നു, ഉലമാക്കളുമായി വലിയ ബന്ധം പുലർത്തിയവരാണ്, സാദാത്യങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചവരാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പണ്ഡിത പ്രസ്ഥാനവുമായി ചേർന്നു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖാദിമായി ജീവിച്ചു. പാണക്കാട് സാദാത്യങ്ങളെ, സയ്യിദന്മാരാരായാലും പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളെ, അത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വലിയ ആദരവോടെ ബഹുമാനത്തോടെ കണ്ട് അങ്ങനെ മഹാന്മാരുമായി ആത്മീയമായ ബന്ധം സ്ഥാപിച്ച് ജീവിച്ചു വഫാത്തായി പോയി ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും നല്ലവൻ ആരെന്ന ചോദ്യത്തിന് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കുറെ കാലം ജീവിക്കുക എന്നതല്ല, ആ ജീവിക്കുന്ന കുറെ കാലത്ത് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. വഹസുന അമലുഹു, നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യും. വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ,
വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫൽയഅമൽ അമലൻ സാലിഹൻ, സാലിഹായ അമലുകൾ ധാരാളം ചെയ്യണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി ആ തരത്തിൽപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ്. നമുക്കറിയാം, കുഞ്ഞാപ്പു ഹാജിയുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം ഒരു സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള, ബഹുമാനപ്പെട്ടവർ തന്നെ പറയാറുണ്ട്, അന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മുന്തിയ ഇനം തുണിയും വസ്ത്രമൊക്കെ ധരിച്ച് കൂടെ കുറെ ആളുകളൊക്കെ കൂടി അടിച്ച് പൊളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാണാൻ നല്ല സുന്ദരനും സുമുഖനുമായ, സമ്പത്തിന്റെ നല്ല ആസ്തിയുള്ള ഒരു വലിയ മനുഷ്യൻ. അങ്ങനെ ജീവിതം, തന്റെ ചെറുപ്പകാലം അങ്ങനെ ജീവിച്ച് അടിച്ചു പൊളിക്കുന്നതിന്റെ ഇടയിലാണ് മഹാന്മാരുമായുള്ള ബന്ധം വരുന്നത്. ഞാൻ ദീർഘമായി പറയുന്നില്ല. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, മഹാനായ മർഹൂം CH ഐദ്രോസ് മുസ്ലിയാർ, അല്ലാഹു തആല അവരൊക്കെ ചെയ്ത ഖിദ്മത്തുകൾ സ്വീകരിക്കട്ടെ. അവരുമായുള്ള ആത്മീയമായ ബന്ധമാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന ആ പണക്കാരന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയത്. സത്യത്തിൽ ആ അടിമുടി മാറ്റമെന്നത് അതൊരു പാരമ്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഫഇന്നൽ അറാബിയൽ ജലിഫ് ബിമുജറദി മുലാഖാതിഹി മഅൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യൻതിഖു ബിൽ ഹികം. എത്ര കാടൻ അറാബിയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്കൊന്ന് നോക്കി ആ ഊർജമൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ വലിയ ഹിക്മത്തുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. ചില നോട്ടങ്ങൾ അങ്ങനെയാണ്, ചില സംസാരങ്ങൾ അങ്ങനെയാണ്. മഹാനായ ഗൗസുൽ ആലമിന്റെ ആ ഓർമ്മകൾ നിൽക്കുന്ന മാസത്തിലും സമയത്തിലുമാണ് നമ്മളുള്ളത്. ഗൗസുൽ ആലമിന്റെ ജീവിതത്തിൽ നമുക്കങ്ങനെ ധാരാളം അനുഭവങ്ങൾ കാണാൻ സാധിക്കും, ആളുകളെ നോട്ടം കൊണ്ട് മാറ്റിയെടുത്തത്. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ തന്റെ വാക്കുകളും തന്റെ സാമീപ്യവും കൊണ്ട് മാറ്റിയെടുത്തു, ജീവിതത്തെ ആകമാനം മാറ്റിയെടുത്തു മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ. അതോടുകൂടെ ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇസ്ലാമിന്റെ തീരത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ധനവും അവരുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെലവഴിച്ചു എന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ ജീവിതം അങ്ങനെ മാറുകയാണ്. തന്റെ പണവും തന്റെ സമ്പത്തും തന്റെ പവറും ഒക്കെ, ആജ്ഞാശക്തിയുമൊക്കെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ചെലവഴിച്ചു. ആത്മാർത്ഥമായിരുന്നു ആ സേവനങ്ങൾ. കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് തീർത്തും പറയാനുള്ളത്, ഒന്നാമത്തെ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ നന്മയുടെ ഭാഗമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു ഉദാര മനസ്കത. ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു ഉദാര മനസ്കത, യാതൊരു ഭൗതിക താല്പര്യവുമില്ലാതെ അദ്ദേഹം ആളുകളെ സഹായിച്ചു, അദ്ദേഹം ദീനിനെ സഹായിച്ചു, അദ്ദേഹം വ്യക്തികളെ സഹായിച്ചു, പ്രസ്ഥാനങ്ങളെ സഹായിച്ചു. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്നും മുൻപന്തിയിലുണ്ടായി. നമുക്കറിയാമല്ലോ, സ്ഥാപനങ്ങളായാലും അതുപോലെ തന്നെ സംഘടനകളായാലും ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ കണ്ടുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾക്കുള്ള നല്ല നല്ല പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഉദ്ഘാടനം പലപ്പോഴും നടത്തിയത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ പലപ്പോഴും പല ഫണ്ടുദ്ഘാടനങ്ങളും കാണാറ് സ്റ്റേജിലാണ്. സ്റ്റേജിൽ വെച്ചുകൊണ്ട് പത്രങ്ങളുടെയും മാധ്യമങ്ങൾ ഫോട്ടോഗ്രാഫർമാരുടെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഫണ്ടുദ്ഘാടനം, അത് വിമർശിക്കുകയല്ല, അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കാണാറ്. പക്ഷേ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ഫണ്ട് പലപ്പോഴും അധികവും കൈമാറിയത് തന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അവിടെ പബ്ലിക് ഉണ്ടായിരുന്നില്ല, അവിടെ ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നില്ല. കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നേരിട്ട് നമ്മൾ ഫണ്ട് ശേഖരിച്ചു. ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ അടുത്ത് ഒരിക്കൽ ഈ വിനീതനും തന്റെ ചില സുഹൃത്തുക്കളും കൂടെ ബഹുമാനപ്പെട്ട CH ഐദ്രോസ് ഉസ്താദിന്റെ ഒരു ആണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഫണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വീട്ടിൽ ചെന്നു.
ആ കാര്യങ്ങൾ സംസാരിച്ചു. അതിന് സാമ്പത്തികമായ ചെലവിലേക്ക് സഹായം ആവശ്യമുണ്ട്. ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പലപ്പോഴും പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പലർക്കും ഉണ്ടാവും ഇത്തരം അനുഭവം. ഞാൻ അവസാനം നൽകാം, നിങ്ങൾ ഫണ്ട് പിരിച്ചോ, എൻ്റെ വകയുള്ള സംഖ്യ ഞാൻ അവസാനം തരും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഐദ്രോസ് ഉസ്താദിന്റെ ആണ്ടുമായി നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അത് എന്തായാലും കടം വരാൻ പാടില്ല. കടമായി ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നടത്തുന്നത് ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടമുണ്ടാകില്ല. അതുകൊണ്ട് കടം വരാൻ പാടില്ല. നിങ്ങൾ പിരിച്ചു കിട്ടി അതിലേറെ എത്രയാണോ ചെലവ് വന്നത് അത് മുഴുവനും ഞാൻ തരും. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സംഖ്യ മുഴുവനും പിരിഞ്ഞ് കിട്ടിയാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒരു സംഖ്യ കരുതിയിട്ടുണ്ട്, അതെന്തായാലും ഞാൻ തരും. ഇനി തികയാതെ വന്നാലോ അത് എത്രയാണോ ആവശ്യമുള്ളത് അത് ഞാൻ തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ നന്മക്ക് വേണ്ടി ആത്മധൈര്യം നൽകാനുള്ള ഒരു വലിയ മനുഷ്യൻ. ഇത് പറയുന്നത് ഏതെങ്കിലും മൈക്കിന്റെ മുമ്പിൽ അനൗൺസ് ചെയ്യാനല്ല, വീട്ടിൽ വെച്ചുകൊണ്ടാണ്. ഞങ്ങളും ബഹുമാനപ്പെട്ടവരും മാത്രമാണ് കേൾക്കുന്നത്. ഒരു ലാഭവുമില്ലാതെ, ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഈ ഉദാര മനസ്കത കാണിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പലരിലും കാണാൻ സാധിക്കും. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ, മൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ യമീനുഹു മാ യുൻഫിഖു ശിമാലുഹു എന്ന് പറഞ്ഞ, ലാ യഅലമ ശിമാലുഹു മാ യുൻഫിഖു യമീനുഹു, തന്റെ വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത തരത്തിലുള്ള വളരെ രഹസ്യമായി, വളരെ സ്വകാര്യമായി ബഹുമാനപ്പെട്ടവർ ഈ സംഭാവനകളും ഈ സ്വതക്കകളും നൽകി അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. മാത്രമല്ല എല്ലാവരെയും സഹായിച്ചത്, ജാതി മതഭേദമന്യേ. നമ്മുടെ എത്ര ആളുകൾക്ക് അനുഭവങ്ങൾ പറയാനുണ്ടാവും. മക്കളെ കെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മറ്റു കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട്, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവരെ കാണാൻ വന്ന് ബഹുമാനപ്പെട്ടവർ അതിൽ പങ്കെടുത്ത് നല്ല നല്ല ഹദിയകൾ നൽകിയത് വളരെ രഹസ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരിക്കൽ പറഞ്ഞ മറുപടി, അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ് അൻഫഉഹും അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ് ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിഇയാലി എന്നാണ്. സൃഷ്ടികൾ മുഴുവനും സൃഷ്ടാവായ റബ്ബിന്റെ ആശ്രിതരാണ്. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്, സൃഷ്ടാവായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൻ്റെ ആശ്രിതർക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ്. തൻ്റെ ആശ്രിതർക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ. കുഞ്ഞാപ്പു ഹാജിയോളം കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിച്ച, ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഈ ഒരു സ്വീകാര്യത, അത് വലിയൊരു വിഷയമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാന്മാരുമായുള്ള വലിയ ബന്ധം, കാര്യങ്ങളൊക്കെ ഇൽമ് ബഹുമാനപ്പെട്ടവർ എവിടെ നിന്നും പഠിച്ചു, എങ്ങനെയും പഠിച്ചു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുഞ്ഞാപ്പു ഹാജിയുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാറുൽ ഹുദയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ദാറുൽ ഹുദയിലെ ഒരു മുതിർന്ന ഉസ്താദ് നേരിട്ട് കുഞ്ഞാപ്പു ഹാജിയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തു. ഒരു മുതിർന്ന ഉസ്താദാണ് ദാറുൽ ഹുദയിൽ. കുഞ്ഞാപ്പു ഹാജി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ കുഞ്ഞാപ്പു ഹാജി ചോദിക്കാൻ, കുഞ്ഞാപ്പു ഹാജിയുടെ ഒരു അനുഭവം ഷെയർ ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉസ്താദ്, എന്താ കുഞ്ഞാപ്പു ഹാജി അവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് ചോദിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണമെന്നതിൻ്റെ തെളിവുണ്ടോ? ഉണ്ട്, ഹദീസുണ്ട്. ആ ഉസ്താദ് ആ ഹദീസ് ഓതിക്കൊടുത്തു. സമ്മില്ല ഉക്കുൽ ബിയമീനിക്ക എന്ന ഹദീസ് ഓതിക്കൊടുത്തു.
അപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പുഹാജി ചോദിച്ചു, അപ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നാലോ? ബിസ്മി ചൊല്ലാൻ മറന്ന് അയാൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നാലോ? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എന്ന് ചൊല്ലണം. അപ്പോൾ കുഞ്ഞാപ്പുഹാജി അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചു. 2 ദിവസം മുമ്പാണ് ഉസ്താദ് ഇത് ഒന്ന് ഓർത്തെടുത്തത്. അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചത്, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നു, പാടേ മറന്നു, ഭക്ഷണം മറന്നു, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓർമ്മ വന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ല, എന്നാൽ അത് പരിഹരിക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ ആരൊന്നും മിണ്ടിയില്ല. ഉസ്താദ്മാർക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വലിയ ഉസ്താദ്മാരൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉത്തരം പറയാൻ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ വന്നില്ല. അപ്പോൾ കുഞ്ഞാപ്പുഹാജി തന്നെ പറഞ്ഞു എന്നാണ്, അത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അതിന് പരിഹാരമാകും. അത് നിങ്ങൾ ഉസ്താദ്മാർ നോക്കണം, നോക്കിയിട്ട് പറയണം എന്ന് പറഞ്ഞു. ആ ഉസ്താദ് പറയാണ്. ആ ഉസ്താദ് ശേഷം അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കുമ്പോൾ അല്ലാമ നവവി തങ്ങളുടെ അദ്കാറിൽ ഈ വിഷയം പറയുന്നുണ്ട്, ഇഖ്ലാസ് ഓതിയാൽ അതിൻ്റെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. കുഞ്ഞാപ്പുഹാജിക്ക് ഇങ്ങനെയുള്ള അറിവുകൾ അദ്ദേഹം പലരുടെയും സാമീപ്യം കൊണ്ട് തന്നെ നേടിയെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പുഹാജിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, ഞാൻ ചുരുക്കുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അപാരമായ തവക്കുലും റബ്ബിലുള്ള ഉറച്ച വിശ്വാസവും. അപാരമായ തവക്കുലാണ്, അള്ളാഹു എന്നൊരു ചിന്ത. നമ്മളൊക്കെ അത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടവരാണ്. നമ്മളൊക്കെ ശരിക്കും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ബഹുമാനപ്പെട്ടവർക്ക് കാലിൻ്റെ മുട്ടിന് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പലർക്കും അറിയാം. ചെറുപ്പകാലത്ത് കച്ചവടക്കാരനായി ജീവിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറുമ്പോൾ പാമ്പ്, സർപ്പം ഇങ്ങനെ തല ഉയർത്തി നിന്നപ്പോൾ അദ്ദേഹം ഒന്ന് ചാടിയതാണ്. ആ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിന് പരിക്കുണ്ട്. അങ്ങനെ കുറച്ച് പ്രായമായ സമയത്ത്, കുറച്ച് മുമ്പാണ് ബഹുമാനപ്പെട്ടവർക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ പ്രയാസമുണ്ടായി, നിസ്കരിക്കാനൊക്കെ സാധിക്കാത്ത, അതായത് സാധാരണ പോലെ നിന്ന് നിസ്കരിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ വന്നു. അന്ന് അദ്ദേഹം ദുആ ചെയ്യാൻ പറഞ്ഞത് ഇബാദത്ത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ അതിനുവേണ്ടി ദ്വാരക്കണം എന്ന് ദാറുൽ ഹുദയിൽ പറഞ്ഞു. വലിയ സംഭാവനക്ക് നൽകി ദ്വാരക്കാൻ പറഞ്ഞു. ആ ഇടയ്ക്ക് ഒരിക്കൽ ഈ വിനീതൻ തന്നെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതൊക്കെ ശരിയാകും, കാരണം ദാറുൽത്തെ കുട്ടികൾ നമ്മൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ദ്വാരുന്നാൽ ശരിയാവും, ദ്വാരുന്നാൽ അതൊക്കെ ശരിയാവും. പിന്നൊരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പം എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് ഞാൻ നിസ്കരിക്കാനൊക്കെ നിൽക്കലുണ്ട്, അതൊക്കെ ആ ദ്വാരന് ശരിയായില്ലേ. അപാരമായ ആ ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസം. നമ്മളൊക്കെ ചിലപ്പോൾ ദ്വാരക്കാൻ പറയുമ്പോൾ ദ്വാരക്കുക ശരിയായെങ്കിലോ എന്നൊരു ചിന്തയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ തവക്കുലിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപാരമായ തവക്കുൽ. റിക്വയർമെൻ്റ് എടുക്കുന്നത് ദാറുൽ ഹുദയുടെ ഓഫീസിൽ നിന്ന് എടുക്കുമ്പോൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറും ഞാൻ പറയുന്നില്ല, അദ്ദേഹം പേരൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, അജര ഈ കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്ന അസുഖം അത് സുഖാവൂല, അത് സുഖപ്പെടുന്ന അസുഖമല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ദേഷ്യം വന്നു എന്ന് അദ്ദേഹം തന്നെ പറയാണ്. ദേഷ്യം വന്നു. അസുഖം സുഖാവൂല എന്ന് അയാളെങ്ങനെ പറയല്? ബഹുമാനപ്പെട്ടവരുടെ വാക്കാണ്. അതെങ്ങനെ അയാൾ പറയല്? സുഖാക്കാണ് അള്ളാഹു അല്ലേ, പടച്ചോനല്ലേ സുഖാക്കുന്നത്. എൻ്റെ കാലിപ്പോൾ സുഖമായില്ലേ? ഇവർ പറയാണ്, എൻ്റെ കാലിപ്പോൾ സുഖമായില്ലേ. അങ്ങനെ കുഞ്ഞാപ്പുഹാജി, അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ പിന്നെ എന്തേ ചെയ്തു? കുഞ്ഞാപ്പുഹാജി മറ്റൊരു ഡോക്ടറെ പറഞ്ഞു, കോട്ടക്കൽ പരിസരത്തുള്ള ഡോക്ടർ തന്നെയാണ്, പേര് പറയുന്നില്ല. മറ്റൊരു ഡോക്ടറെ പറഞ്ഞു, അയാളെടുത്ത് പോയപ്പോൾ, അയാൾ അലോപ്പതിയാണ്, അയാൾ പറഞ്ഞു, ഹാജരെ അലോപ്പതിയിൽ ഇതിന് ശരിയായ ചികിത്സ, ഭേദപ്പെടുത്താനുള്ള ചികിത്സ ഇല്ല. നിങ്ങൾ ഏതോ ഒരു ആയുർവേദ ഡോക്ടറെയും പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തെ പോയി കണ്ടാൽ ചിലപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. കുഞ്ഞാപ്പുഹാജി അയാളെ പോയി കണ്ടു, ശരിയായി. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പുഹാജി അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞാപ്പുഹാജി പറഞ്ഞത്, രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞത് ശരി, മൂപ്പരെടുത്ത് മരുന്നില്ല എന്ന്, അതല്ലേ ശരി, സുഖാവൂല എന്നെങ്ങനെ പറയല്? ഒന്നും കൂടെ പറഞ്ഞു, ഞാൻ അവസരം കിട്ടിയാൽ ആ ഡോക്ടറോട് ചോദിക്കും, എൻ്റെ കാല് സുഖമായല്ലോ എന്ന് പറയും.
ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ അപാരമായൊരു തവക്കുലായി. ധാരാളം സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാലോ. ധാരാളം സംഭവങ്ങൾ നമുക്കറിയാം. കുഞ്ഞാപ്പു ഹാജിയുമായി സംസാരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലോ മറ്റൊക്കെ പോകുകയാണെങ്കിൽ നല്ല ഒഴിവുള്ള സമയത്ത് പോകണം. കുറേ സമയം സംസാരിച്ചിരിക്കും. എന്നാലോ നമ്മളൊക്കെ പലരും കുറേ സമയം സംസാരിച്ചിരുന്നാൽ കുറേ തമാശയും കുറേ വിടലും കുറേ ചിരിയൊക്കെ ആയിരിക്കും. ഇത് അങ്ങനെയല്ല. നല്ല കഴമ്പുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ഈമാനിന് വർധനവുണ്ടാകുന്ന, മഹാന്മാരുമായി ബന്ധപ്പെടുന്ന കുറേ സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ അഖീദ ഉറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി. കാര്യമായി ചാപ്പനങ്ങാടി ഉസ്താദിനെ കുറിച്ച് തന്നെ എന്തുമാത്രം മഹബത്തായിരുന്നു ആ മനുഷ്യനോട്. നമ്മുടെ ഒന്നും വിശ്വാസം അവിടെ എത്തിയിട്ട് പോലുമില്ല. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ് അവസാനമായി കുഞ്ഞാപ്പു ഹാജിക്ക് നൽകിയ ചില സാധനങ്ങൾ, തലപ്പാവ്, ബനിയൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തലപ്പാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാപ്പു ഹാജി ഹജ്ജിന് പോയ സമയത്താണ് ബാപ്പു മുസ്ലിയാർ മരിക്കുന്നത്, വഫാത്താകുന്നത്. വെള്ളിയാഴ്ച ജുമാക്ക് കെട്ടണമെന്ന് പറഞ്ഞു കൊടുത്ത തലപ്പാവ് ബഹുമാനപ്പെട്ടവർ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ബാപ്പുലേര് മരിച്ചു. പക്ഷേ കുഞ്ഞാപ്പു ഹാജി പറയാണ്, ആ തലപ്പാവ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കെട്ടും. അത് കീറിയപ്പോഴും അത് ഞാൻ ഒപ്പിച്ച് തലയിൽ കെട്ടും. അവസാനം നുരുമ്പാറായിട്ടും ഞാനത് കെട്ടും. കാരണം ബാപ്പുലേരിനോട് കെട്ടാൻ പറഞ്ഞതാണ്. വലിയ പണക്കാരനാണ്. പുതിയ തലപ്പാവ് എത്ര വേണമെങ്കിലും വാങ്ങാം. പക്ഷെ ബാപ്പു മുസ്ലിയാർ പറഞ്ഞ ആ വാക്ക് അവസാനം ഞങ്ങളോട് പറഞ്ഞു, അവസാനം ആ തലപ്പാവിന് എന്തു സംഭവിച്ചു നിങ്ങൾക്കറിയോ? നുരുമ്പി 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 അവസാനം എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഞങ്ങളിങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ വയറ്റിലെത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് പാത്രം വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളത്തിൽ ആ തലപ്പാവ് അങ്ങോട്ട് നുരുമ്പിപ്പോയി. ആ വെള്ളം ഞാൻ അല്പാൽപമായി കുടിച്ചു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ടവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആഴവും അതിൻ്റെ വിശാലതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും വലിയ കണക്ഷനായിരുന്നു ബാപ്പു മുസ്ലിയാരും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. വളരെ ആത്മാർത്ഥമായി ബാപ്പു മുസ്ലിയാരെ സ്നേഹിക്കുകയും ബാപ്പു മുസ്ലിയാരുടെ കൂടെ നിൽക്കുകയും. ബഹുമാനപ്പെട്ടവരുടെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി പറഞ്ഞതും അതൊക്കെ ഇതിൻ്റെ കഥയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ബാപ്പു മുസ്ലിയാർ ചായ കൊടുത്തതും ആ ചായ കുടിച്ച് ആ ചായയിലുണ്ടായിരുന്ന ചായച്ചണ്ടി അടക്കം വലിയ ഗ്ലാസ്സാണ്. പകുതിയോളം വെള്ളവും പകുതിയോളം ചണ്ടിയാണ്. ഒക്കെ കുടിച്ച് ഒക്കെ അദ്ദേഹം വാരി തിന്നതും ഒക്കെ ബഹുമാനപ്പെട്ടവർ നേരിട്ട് പറഞ്ഞതൊക്കെ നിൽക്കുന്നു. ബാപ്പു മുസ്ലിയാരും പറഞ്ഞത് എത്രത്തോളം എന്ന് വെച്ചാൽ, അതിനുശേഷം ഹാർട്ടിൻ്റെ പ്രശ്നം ശരിയായെന്ന് മാത്രമല്ല, പിന്നെ എനിക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ടെന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ബാപ്പു മുസ്ലിയാരെ കുറിച്ച്. കുഞ്ഞാപ്പു ഹാജി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, എനിക്ക് എൻ്റെ അസുഖങ്ങൾ ഗുരുതരമാവാനും എനിക്ക് പ്രയാസങ്ങൾ വരാനൊക്കെ തുടങ്ങിയത്, എനിക്കെൻ്റെ രോഗങ്ങൾ എന്നെ അലട്ടാൻ തുടങ്ങിയത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മരിച്ചതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ശേഷമാണ് എനിക്ക് രോഗങ്ങൾ ഒരു പ്രശ്നമായിട്ട് മാറിയത്. അതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എല്ലാ രോഗത്തിൻ്റെയും ചികിത്സ ബാപ്പു മുസ്ലിയാരായിരുന്നു എന്നർത്ഥം. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ് മാത്രമായിരുന്നില്ല, ചാപ്പനങ്ങാടി ഉസ്താദുമായി വലിയ ആത്മീയ ബന്ധമുണ്ടാക്കി. ചാപ്പനങ്ങാടി ഉസ്താദാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ ആത്മീയ ഗുരു എന്ന് തന്നെ പറയാം. വലിയ ബന്ധം, ധാരാളം കഥകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആലുവ അബൂബക്കർ മുസ്ലിയാരുമായി വലിയ ആത്മീയ ബന്ധമുണ്ടായിരുന്നു. ചാപ്പനങ്ങാടി ഉസ്താദും ആലുവ അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ വലിയ ബന്ധമുള്ളതായിട്ട് നമുക്കറിയാം. ഒരിക്കൽ കുഞ്ഞാപ്പു ഹാജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആലുവ അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനാണ്. അദ്ദേഹം കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ നാസ്ത കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആലുവയെ കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞത്, രാവിലെ ആലുവയിൽ നിന്ന് മാടവന അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് പോരുമ്പോൾ ഡ്രൈവർ ചോദിച്ചത്രേ, നമുക്ക് നാസ്ത ഭക്ഷണം ഒന്ന് കഴിക്കുക. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്രേ, അത് കോട്ടക്കൽ ഭാഗത്ത് കുഞ്ഞാപ്പു എന്ന് പറയുന്ന ഒരാളുണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇത് കുഞ്ഞാപ്പു ഹാജി അറിയില്ല. വ്യക്തിപരമായി അതിനു മുമ്പ് കുഞ്ഞാപ്പു ഹാജിയും ആലുവ അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ വലിയ ബന്ധവുമില്ല. പക്ഷേ
ആലുവായ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ നാസ്ത കഴിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഇറങ്ങാണ്. ആത്മീയമായ ബന്ധമാണ്, ആത്മീയമായ ബന്ധം. ഒരിക്കൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ടല്ലോ ധാരാളം. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്, ബഹുമാനപ്പെട്ടവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വീഴ. ആ വീഴാൻ പോകുന്നതിൻ്റെ മുമ്പ് മൂപ്പർക്ക് ബഹുമാനപ്പെട്ടവർക്ക് തോന്നും, ഞാനിപ്പോൾ വീഴാൻ പോവുകയാണെന്ന് തോന്നും. പലപ്പോഴും പലയിടത്തും അങ്ങനെ വീണിട്ടുണ്ട്. വീഴുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ വീഴാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കും, അത് എവിടെയാണെങ്കിലും അവിടെ ഇരിക്കും, വീഴാതിരിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അവിടെയൊക്കെ എന്നെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് ഇതേപോലെ ഒതുണ്ടാക്കി വരുമ്പോഴേറ്റോ തോന്നുന്നു പറഞ്ഞത്, ഇതേപോലെ വീഴാൻ പോകുന്നതായി തോന്നി. അപ്പോൾ അവിടെ ഒരു പടിയുണ്ട്, ചവിട്ടിയുണ്ട്, അവിടെ ഇരുന്നു എന്നാ ബഹുമാനപ്പെട്ടു. അവിടെ ഇരുന്നപ്പോൾ 2 ചെറുപ്പക്കാർ വന്നിട്ട് എന്തേ ആചാര്യ എവിടെ ഇരുന്നു എന്ന് ചോദിച്ച്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ പരിചയമുള്ള ആരോ ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, വീട്ടിൽ നിന്നിങ്ങനെ പറഞ്ഞത് എപ്പോഴും ഓർക്കുന്നു. ആ വീട്ടിൽ മുപ്പരി എഴുതാനൊക്കെ ഇരിക്കുന്ന ഒരു വിളക്ക്, ഒരു ലൈറ്റ് വെച്ചിങ്ങനെ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ. നമ്മൾ ബഹുമാനപ്പെട്ട വീട്ടിലേക്ക് അങ്ങനെ ചെല്ലുമ്പോൾ ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരുന്ന ആളുടെ ഇടതുഭാഗത്ത് അവിടെ നിന്നൊരിക്കൽ ഇതേപോലെ അങ്ങോട്ടിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുന്ന പോലെ തോന്നി. അപ്പൊ അവിടെ നിലത്തവിടെ ഇരുന്നു ബഹുമാനപ്പെട്ടവർ, നിലത്തവിടെ ഇരുന്നു. ആ നിലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ നിലത്തവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പുറത്തുണ്ട് ഒരാൾ, ഒരു പരിചയവുമില്ലാത്ത ഒരാൾ, ഒരു മസ്താനെ പോലെ ഉള്ള ഒരാൾ, അധികം നീളമില്ലാത്ത ഒരാൾ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ നിലത്തിരുന്നത്? കുഞ്ഞാപ്പോജി പറയാണ്, എനിക്കയാളെ പരിചയമില്ല, നേരത്തെ കണ്ടിട്ടുമില്ല. സ്വാഭാവികമായിട്ടും കുഞ്ഞാപ്പോജിന്റെ അടുത്ത് ചിലപ്പോൾ പരിചയമില്ലാത്തവരൊക്കെ വരാറുണ്ട്. എന്തേ ഇവിടെ നിലത്തിരുന്നു? കുഞ്ഞാപ്പോജി പറയാണ്, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് എൻ്റെ ഈ രോഗത്തെക്കുറിച്ച്, എൻ്റെ ഈ പ്രശ്നം പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ആഗതൻ പറഞ്ഞത്രേ, അതിന് ഞാനൊരു മരുന്ന് പറഞ്ഞാലോ? കുഞ്ഞാപ്പോജി പറഞ്ഞു, ഞാനതങ്ങോട്ട് കഴിക്കും. ആഗതൻ പറയാണ്, നിങ്ങളെ തോട്ടത്തിൽ തന്നെ, തൊടുവിൽ തന്നെ ഏതൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അവിടെയുള്ള ഏതോ ഒരു ഇല അടയാളം പറഞ്ഞു കൊടുത്തു, അത് കൊണ്ടുവന്ന് കഴിച്ചാൽ മതി. കുഞ്ഞാപ്പു ഹാജി അങ്ങനെ ആ ഭാഗത്ത് ചെന്നു നോക്കി. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി പറയാണ്, ഇത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ പറച്ചിലും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല, വന്ന ആളെ കാണാനില്ല. ആരാണെന്നറിയില്ല. ഏതായാലും കുഞ്ഞാപ്പു ഹാജി തോട്ടത്തിൽ പോയി നോക്കുമ്പോൾ ആ ഇലുണ്ട്. അങ്ങനെ ആ പറഞ്ഞ സ്ഥലത്ത് ആ സാധനമുണ്ട്. അത് കഴിച്ചു ബഹുമാനപ്പെട്ടവർ. ആ അസുഖം അവിടെ അവസാനിച്ചു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. എൻ്റെ ആ രോഗം അവിടെ നിന്നു. ബഹുമാനപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഒരു മദദ്, സ്വാഭാവികമായും അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെയുമായി സാമീപ്യമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ മദദും സഹായവും സ്വാഭാവികമാണ്. ആ ഒരു മദദും ആ ഒരു സഹായവുമൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല നൽകി എന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലുണ്ട്, അല്ലാഹു തആല ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കും. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഞാൻ ഇന്നയാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അയാൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാൾ ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാൾ ഇഷ്ടപ്പെട്ട് ജിബ്രീൽ വിളിച്ചു പറയാൻ പറയും ജിബ്രീലിനോട്, അല്ലാഹു തആല ഇന്നയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അഹിബ്ബൂഹു, നിങ്ങളെല്ലാവരും അയാളെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ചു പറയാൻ പറയും. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയൊന്നും നമുക്ക് കേൾക്കാൻ പറ്റൂല, പക്ഷെ അതിന്റെ അസറുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫയൂളഉ ലഹുൽ ഖബൂൽ ഫിൽ അർദ്, ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത നൽകപ്പെടും. ഒരു സ്വീകാര്യത, എല്ലാവരുടെ അടുത്തും സ്വീകാര്യനാകും. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, എല്ലാവരുടെ അടുത്തും ഒരു സ്വീകാര്യത. മഹാനായ ചുമുക്കൻ കുഞ്ഞാപ്പു ഹാജി, നമ്മളത് കാണുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഒരു സ്വീകാര്യത.
ആ സ്വീകാര്യത നൽകപ്പെടുമെന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരുടെ ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹത്തിന്റെ, ബഹുമാനപ്പെട്ടവരുടെ സഹായം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ എല്ലാറ്റിനും, ദാറുൽ ഹുദ, ചമ്മാട് ദാറുൽ ഹുദ അറിയാമല്ലോ, ലക്ഷങ്ങളാണ് പല സമയത്തായി നൽകിയത്. പട്ടിക്കാട് ജാമിഅ നൂരിയ, വളവന്നൂർ ബാഫക്കി യതീംഖാന, അങ്ങനെ ധാരാളം ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ വളരെ ശക്തമായി നിലപാടുകളെടുത്തതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുമായുള്ള ബന്ധം. ഒരു യഥാർത്ഥ സമസ്തക്കാരനും യഥാർത്ഥ മുസ്ലിം ലീഗുകാരനുമായി ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. യഥാർത്ഥ മുസ്ലിം, ആത്മാർത്ഥമായി മുസ്ലിം ലീഗിനെ സ്നേഹിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പോഷക ഘടകങ്ങളുടെ സുന്നി മഹല്ല് ഫെഡറേഷനും ഇതൊക്കെ നയിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കോട്ടക്കൽ മുനിസിപ്പൽ പരിധിയിൽ മുസ്ലിം ലീഗിന്റെ അവസാന വാക്കായി ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും അങ്ങനെയൊക്കെയുള്ള കോട്ടക്കലിന്റെ ഒരു അവസാന വാക്കായി മുസ്ലിം ലീഗിൽ പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായി നിലപാടോടുകൂടെ തന്നെ നിലകൊണ്ടു. മുസ്ലിം ലീഗിന്റെ വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. മുസ്ലിം ലീഗിന് വേണ്ടി അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ചു. അതായത് ബഹുമാനപ്പെട്ട സി എച്ചിനെയും ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരിനൊക്കെ സ്വീകരിച്ചു. നമുക്കറിയാമല്ലോ, സി എച്ചും ചാപ്പനങ്ങാടി ഉസ്താദൊക്കെ വലിയ ബന്ധമായിരുന്നു. ആ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മുസ്ലിം ലീഗിന് സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്തിയതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാ രംഗത്തും തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയും സമുദായത്തിന് കൃത്യമായി നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി. ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവുമൊക്കെ അവിടുത്തെ വഫാത്തിന് ശേഷവും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അവിടത്തോടുള്ള ഒരു ആത്മീയമായ ബന്ധം, നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തി നമുക്ക് ബഹുമാനപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ആ പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹു തആല അവിടുത്തെ ഉഖ്റവിയായ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഹസനാത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെ സ്വർഗ്ഗലോകത്ത് അവരെയും നമ്മെയുമൊക്കെ സ്വാലിഹീങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അവരുടെ ആ ഒരു നേതൃരംഗത്ത് ഒരു പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഉമ്മത്തിന്റെ എല്ലാ വിടവുകളും അല്ലാഹു തആല നികത്തി തരട്ടെ. അല്ലാഹു തആല ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ ജാഫർ ഹുദവി മെഡിക്കൽ കൊണ്ട് പ്രത്യേകമായി ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട എൻ്റെ വന്യ പിതാവ് ശാരീരികമായ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, രോഗങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു തആല പൂർണ്ണ ശിഫ നൽകട്ടെ. ജീവിച്ചിരിപ്പുള്ള എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊക്കെ ആഫിയത്തിന് വേണ്ടി, റാഹത്തിനും മനസ്സമാധാനത്തിനും വേണ്ടിയൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യത്തിലും ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.